പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവങ്ങളെ പറ്റിയുള്ള ഫാദർ ഷൂപ്പയുടെ ദി ഡോഗ്മ ഓഫ് പെർഗട്ടറിയിലെ സംഭവങ്ങൾ, ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ആത്മാക്കൾ തിരിച്ചു വന്നതോ മരണാനന്തര അനുഭവം ഉണ്ടായിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് 3 സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യത്തേത് വിശുദ്ധ മഗ്ദലിൻ ഡെ പാസി എന്ന് പറഞ്ഞ ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ മഗ്ദലേൻ ഡെ പാസിക്ക് ഈശോ ശുദ്ധീകരണ സ്ഥലത്തിലെ വിവിധ തലങ്ങൾ കാണിച്ചു കൊടുത്തു ദർശനത്തിൽ. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന അവസരത്തിലാണ് തൻ്റെ തന്നെ സ്വന്തം സഹോദരൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നതായിട്ട് കണ്ടത്. എന്നാൽ ഈ സഹോദരൻ വളരെ കൃത്യനിഷ്ഠതയോടെ കർക്കശമായിട്ട് ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഈ വിശുദ്ധ പറയുന്നത്. എന്നിട്ട് പോലും ശുദ്ധീകരണ സ്ഥലത്ത് ഈ സഹോദരൻ എത്തിപ്പെട്ടു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പല തെറ്റുകൾക്കും ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ഈ ഭൂമിയിൽ വെച്ച് ഈ വിശുദ്ധയുടെ സഹോദരൻ പരിഹാരം ചെയ്തില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് എന്ന് വിശുദ്ധ പറയുന്നു. അപ്പോൾ വിശുദ്ധ പറയുന്നത് ഇപ്രകാരമാണ്: ഒരാൾക്കും ഇത് സഹിക്കാൻ പറ്റില്ല, അത്രമാത്രം എൻ്റെ ദൈവമേ ഇത് അസഹനീയമാണ് എന്ന് ഈ വിശുദ്ധ പറയുന്നു. എന്നിട്ട് വിശുദ്ധ കൂട്ടിച്ചേർക്കുന്ന കാര്യം ഇപ്രകാരമാണ്: എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ കുരിശുകൾ ഇവിടെ വെച്ച് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ സഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് എന്തുകൊണ്ട് ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് വിശുദ്ധ മഗ്ദലേൻ ഡെ പാസി പറയുന്നത്. അതായത് തൻ്റെ സഹോദരൻ ഇത്രമാത്രം വിശുദ്ധി ജീവിച്ചിട്ടും ശുദ്ധീകരണ സ്ഥലത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന വേദന കണ്ടിട്ട് വിശുദ്ധ മഗ്ദലേന ഡെ പാസി പറയുകയാണ്: എന്തുകൊണ്ട് ഭൂമിയിലെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ദൈവം കുരിശുകൾ തരുന്നത് ഇവിടെ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ശേഷം നേരിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന്. അതുകൊണ്ട് സഹനത്തെ ധൈര്യപൂർവ്വം സ്വീകരിക്കാനാണ് വിശുദ്ധ പറയുന്നത്. എന്നിട്ട് ഈ ഒരു രംഗം കണ്ട ശേഷം ഈ വിശുദ്ധ ഓടിപ്പോയി മാതാവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുകയാണ്: ഓ എൻ്റെ അമ്മേ, എത്ര മാത്രം അസഹനീയമാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന. ദൈവം എന്നെ ഇത് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള വേദനകൾ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഞാൻ ഒരിക്കലും ക്രൂരമെന്ന് ഞാൻ വിളിക്കുന്നില്ല. കാരണം ഇത് ഇത് അഡ്വഞ്ചറസ് ആണെങ്കിലും വളരെ വേദന ഉള്ളതാണെങ്കിലും ഈ ശുദ്ധീകരണത്തിന് ശേഷം ആത്മാക്കൾക്ക് അനന്തമായ നിത്യത കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനെ ഞാൻ ക്രൂരമായത് എന്ന് ഞാൻ ഒരിക്കലും വിളിക്കുന്നില്ല എന്ന് മഗ്ദലേൻ ഡെ പാസി പറയുകയാണ്. പിന്നീട് മറ്റൊരു അനുഭവം പറയുന്നത് 1598 പോളണ്ടിൽ നടന്നൊരു സംഭവമാണ്. ഇത് പോളണ്ടിൻ്റെ ചരിത്രകാരനായിട്ടുള്ള, ഈ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണ് എനിക്കറിയില്ല, BZOVIUS ബോവിയസ് എന്ന് നമുക്ക് വിളിക്കാൻ തൽക്കാലം. ഈ ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് പോളണ്ട് എന്ന് പറഞ്ഞതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് ആ നാട്ടിനെ പിടിച്ചു കുലിക്കൊരു സംഭവമാണ്. അത് സംഭവിച്ചത് വെനറബിൾ സ്റ്റാൻസിലാവോസ് ചൊക്കോസ്ക എന്ന് പേരുള്ള ഒരു വിശുദ്ധനാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് 1598. സംഭവം മറ്റൊന്നുമില്ല, ഈ വിശുദ്ധൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും തീയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ബ്രദറിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഡൊമിനിക്കൻ സന്യാസ സഭയിലെ ഒരു വിശുദ്ധനാണ്. ഇദ്ദേഹത്തിന് മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ വിശുദ്ധ ആത്മാവ്, അതായത് ഈ പറയുന്ന വിശുദ്ധൻ, ഈ ബ്രദർ, ഡൊമിനിക്കൻ ബ്രദർ, ഇദ്ദേഹം ഈ ആത്മാവിനോട് ചോദിക്കുകയാണ്: ഭൂമിയിലെ തീയേക്കാളും ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ തീ വേദനിപ്പിക്കുന്നതാണോ എന്ന്. അപ്പോൾ ഈ ആത്മാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു: All the fires of earth compared to that of purgatory are like a refreshing breeze. നമ്മൾ ഒന്നുകൊണ്ട് അത് കേട്ട് നോക്കണം. ഈ ആത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ സ്ത്രീയുടെ ആത്മാവ് പറയുന്നത്, ഭൂമിയിലെ മുഴുവൻ തീയും കൂട്ടിയിട്ടാലും ശുദ്ധീകരണ സ്ഥലത്തിലെ തീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയിലെ തീ മന്ദമാരുതനാണെന്നാണ് പറയണത്. ഭൂമിയിലെ മുഴുവൻ തീയും, കാനഡയിൽ, കാലിഫോർണിയയിൽ, ഓസ്ട്രേലിയയിൽ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കാട്ടുതീ അടക്കം ചേർത്ത് വെച്ചാലും ശുദ്ധീകരണ സ്ഥലത്തിലെ തീയുടെ അടുത്തുപോലും എത്തത്തില്ല എന്ന് ഈ ആത്മാവ് പറയുന്നു.
അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് കൂട്ടി പറഞ്ഞതുപോലെ നമുക്ക് തോന്നുമല്ലോ ഇത് ഇച്ചിരി നുണയാണോ എന്നുള്ളത്. അപ്പോൾ ഈ ബ്രദർ വിശ്വസിച്ചില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രൂഫ് വേണം. ഈ ബ്രദർ പറഞ്ഞു എനിക്ക് പ്രൂഫ് വേണം. അപ്പോൾ ഉടനെ ഈ ആത്മാവ് പറയുകയാണ്, അലാസ് യു കുഡ് നോട്ട് ഡു ദിസ്, ഇത് ചെയ്യരുത്, കാരണം ഒരിക്കലും ഒരു മനുഷ്യാത്മാവിന് ഇത് സഹിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം അനുവദിച്ചാൽ നീ ഇതിൻ്റെ ചെറിയൊരു ലൈറ്റ് ഡിഗ്രിയിൽ, വളരെ ലൈറ്റായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന നിനക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഈ വിശുദ്ധനോട് ഈ ശുദ്ധീകരണ ആത്മാവ് പറയുകയാണ്, നിൻ്റെ കരം നീട്ടുക. കരം നീട്ടിയ ഉടനെ ഈ ശുദ്ധീകരണ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്നും, ഈ ആത്മീയ ശരീരമാണല്ലോ, അതിൽ നിന്നും ഇറ്റ് വീഴുന്ന ഒരു വിയർപ്പ് തുള്ളി ഈ വിശുദ്ധ ചൊക്കോസ്കായുടെ കൈകളിൽ വീഴ്ത്തി. കരഞ്ഞുകൊണ്ട് ഈ വിശുദ്ധൻ നിലവിളിച്ചു. ഇദ്ദേഹം ബോധക്ഷയമെന്ന് താഴെ വീണു. ഇദ്ദേഹത്തിൻ്റെ ഈ മാംസത്തിൽ തുളഞ്ഞു കയറുന്ന അനുഭവമാണ് ഇദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ ഇദ്ദേഹം വീണു. ഈ ആത്മാ അപ്രത്യക്ഷമായി. ഉടനെ ഇദ്ദേഹത്തിൻ്റെ ഡൊമിനിക്കൻ സന്യാസ സഭയിലെ ബ്രദർമാരെല്ലാം വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം കാര്യം വിശദീകരിച്ചു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ സാധിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ പാട് കണ്ടപ്പോൾ ഈ ബ്രദർമാർ എല്ലാവരും വിശ്വസിച്ചു. പിന്നീട് സംഭവിച്ചത്, ഈ സ്റ്റാൻസിലാവോസ് ചൊക്കോസ്കോ വിയർപ്പ് തുള്ളി കൈകളിൽ വീണ ആ മൊമെൻ്റ് മുതൽ ഇദ്ദേഹം കിടക്കയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 1 വർഷത്തിലധികം ഇദ്ദേഹം ജീവിച്ചു. ഈ അസഹനീയമായ ആ മുറിവ് വെച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ആ മുറിവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ താൻ മരിക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും തൻ്റെ ബ്രദർമാരെ ഓർമ്മിപ്പിച്ചു അന്ത്യവിധിയെ പറ്റിയിട്ട്, അതായത് മരണശേഷമുള്ള ജീവിതത്തെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞ ഉടനെ ബ്രദർമാർ ഓടി വന്നപ്പോൾ ഈ വിശുദ്ധ ചൊക്കോസ്കോ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ പ്രകാരമാണ്, ഓ മൈ ഡിയർ ഫാദേഴ്സ്, ഇഫ് യു ന്യൂ ദ സിവിയറിറ്റി ഓഫ് ഡിവൈൻ ചാസ്റ്റൈസ്മെൻറ്റ്, ദൈവത്തിൻ്റെ കർക്കശമായ നീതിവിധി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പാപം ചെയ്യുകയില്ല. അതുമാത്രമല്ല പരിഹാരം നിറഞ്ഞൊരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കുക, ഇതിന് ശേഷമുള്ള ജീവിതത്തിൽ അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം 1.5 വർഷത്തോളം ജീവിച്ച് അദ്ദേഹം മരിച്ചു എന്നുള്ളത്. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വിയർപ്പ് തുള്ളി, ശുദ്ധീകരണ സ്ഥലത്തിലെ തീ പോലുമല്ല ആ വിശുദ്ധൻ അനുഭവിച്ചത്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും വന്ന ഒരാത്മാവ്, ആ ആത്മാവിൻ്റെ ശരീരത്തിലെ ഒരു വിയർപ്പ് തുള്ളിയാണ് ഈ പറയുന്ന വിശുദ്ധൻ്റെ കരങ്ങളിൽ ഒന്ന് ഇറ്റിച്ചത്. അത് അസഹനീയമായിരുന്നു, മാംസം തുളക്കുന്ന വേദന ആയിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് പറയുന്നവരുടെ അവസ്ഥ എന്താവും നമുക്കറിയത്തില്ല. മറ്റൊരു സംഭവം പറയുന്നത്, വാഴ്ത്തപ്പെട്ട കാതറിൻ ഡെ റൊക്കോഗ്നി എന്നു പറയുന്ന ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഒരിക്കൽ ഈ വിശുദ്ധ പനി പിടിച്ചുള്ള സമയത്ത്, അത് വിശുദ്ധയുടെ ബോഡി മൊത്തം നല്ല ചൂടാണ്. ഉടനെ വിശുദ്ധക്ക് തോന്നി ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ചവെക്കാം. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിന് കാഴ്ചവെച്ച് ഉടനെ ഈ വിശുദ്ധ ആത്മീയ അനുഭൂതിയിലാവുകയും, ഈ വിശുദ്ധ കാണുന്നത് ശുദ്ധീകരണ സ്ഥലമാണ് കാണുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകൾ ഈ വിശുദ്ധ കാണുകയാണ്. ഉടനെ ഒരു സ്വരം ഈ വിശുദ്ധ കാതറിനോട്, വാഴ്ത്തപ്പെട്ട കാതറിനോട് ഇപ്രകാരം പറഞ്ഞു, ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നീ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ, നിനക്ക് ഇപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ചില വേദന നീ ഇപ്പോൾ സഹിക്കാൻ പോകുന്നു എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ വിശുദ്ധ കാണുന്ന ഈ വാഴ്ത്തപ്പെട്ട കാതറിൻ കാണുന്നത്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഒരു സ്പാർക്ക്, ഒരു തീപ്പൊരി ഈ വിശുദ്ധയുടെ മുഖത്ത് വരുന്നു. ആ തീപ്പൊരി അവിടെ ചുറ്റുമുണ്ടായിരുന്ന മറ്റ് സിസ്റ്റർമാരും കണ്ടു. സംഭവം ഈ വാഴ്ത്തപ്പെട്ട കാതറിൻ ആത്മീയ അനുഭൂതിയിലാണ്. ആ വിശുദ്ധയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ കാണുന്നില്ല. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തുനിന്നും പറന്നു വന്ന തീപ്പൊരി ഈ സിസ്റ്ററിൻ്റെ മുഖത്ത് വരുന്നതും, ആ തീപ്പൊരി സിസ്റ്ററിൻ്റെ മുഖം മുഴുവനും വിഴുങ്ങുന്നതും ഇവരെ കൂട്ടത്തിലുള്ള സിസ്റ്റർമാർ വ്യക്തമായിട്ട് കണ്ടു എന്ന് പറയുന്നു. ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ വിശുദ്ധ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു. അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ബ്ലസ്സഡ് കാതറിൻ, വാഴ്ത്തപ്പെട്ട കാതറിൻ തൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, താൻ ഇതുവരെ സഹിച്ച സഹനങ്ങളൊന്നും ഒന്നുമല്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ഈ സഹനം വെച്ച് നോക്കുമ്പോൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ
എണ്ണം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഈ വിശുദ്ധ ഡബിൾ ചെയ്തു, ഇരട്ടിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം വിശുദ്ധക്ക് അറിയാമായിരുന്നു എന്തുമാത്രമാണ് ഈ ആത്മാക്കൾ സഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ സഹനത്തിന് വിലയുണ്ട് എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെല്ലാം ഇങ്ങനെയുള്ള ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ ദൈവം നമുക്ക് അനുവദിക്കുന്നതാണ്, നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിബൂസ് എ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ് സാങ്താ മരിയ മാതർ ദേ ഓര പ്രൊനോബിസ് പെക്കാത്തോരിബുസ് നുങ്കേത്തിനോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്തോറെ.